നമസ്കാരം. നമ്മുടെ ദിനചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പല്ല് തേക്കലും കുളിയും. പക്ഷേ നമ്മുടെ വസ്ത്രധാരണത്തിനോ അല്ലെങ്കിൽ മേക്കപ്പിനോ പോലും കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും നമ്മൾ നമ്മുടെ ദന്ത സംരക്ഷണത്തിൽ കൊടുക്കാറില്ല. ആരോഗ്യവും ദന്ത സംരക്ഷണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് ചിത്ര ഡെൻ്റൽ കെയർ നടത്തുന്ന ഡോക്ടർ മിനി ജോസാണ്. സ്വാഗതം. ഈ ഡെൻ്റൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ദന്ത സംരക്ഷണം ഒരു ജനിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അവസാനം വരെ ആവശ്യമുള്ള കാര്യമാണ് ഈ പല്ല്. അപ്പം അല്ലേ? അപ്പോൾ ഈ ഒരു കൊച്ചുകുട്ടി പല്ല് ഉണ്ടാവുന്നു ഒരു 5-6 മാസത്തിനുള്ളിൽ. അപ്പോൾ എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ സംരക്ഷണം തുടങ്ങേണ്ടത്? കുട്ടികളുടെ ദന്ത സംരക്ഷണം, അതായത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് എന്ന ആദ്യത്തെ ആഹാരം വായിൽ വെക്കുന്നോ അന്ന് മുതൽ വായുടെ ശുചീകരണവും തുടങ്ങണം. അതാണ് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു, നമ്മൾ ഏതവർ ഫീഡ് എന്ത് ഫീഡ് കൊടുക്കുന്നോ ആ സമയത്ത് തന്നെ ആ കുട്ടിയെ ഒരു കുറച്ച് ചൂടുവെള്ളം അതിനുശേഷം വായിലൊഴിച്ച് കുടിക്കാനായിട്ട് ശീലിപ്പിക്കുക. അതായിരിക്കണം ആദ്യത്തെ ദന്ത സംരക്ഷണ അല്ലെങ്കിൽ വായുടെ ശുചീകരണ രീതി. ശരി. അതായത് നമ്മൾ അത്ര ശ്രദ്ധ വേണം. ഓക്കെ. അത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അതെ. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ 5 മുതൽ 6 മാസത്തിനിടയ്ക്ക് ആദ്യത്തെ പല്ലുകൾ കിളിർത്ത് വരും. അപ്പോഴും നമുക്ക് വിവിധ രീതിയിൽ അതിൻ്റെ ഏറ്റവും എളുപ്പമായ രീതിയിൽ നമ്മൾ അമ്മമാരെ ട്രെയിൻ ചെയ്യുന്നത്, നിങ്ങൾ ചെറുതായിട്ട് ഫിംഗറിൽ ചെറിയ ടർക്കി ടവലുകൾ ചെറുതായിട്ട് കെട്ടിവെച്ചിട്ട് അതുകൊണ്ട് റബ്ബ് ചെയ്യുക, അല്ല തടവി കൊടുക്കുക. അതിനുശേഷം അത് ശീലമായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ബേബി ബ്രഷസ് അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പക്ഷേ എല്ലാ ഭക്ഷണത്തിന് ശേഷവും നമ്മൾ കുട്ടിയെ വായ കഴിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായ ശീലമാക്കിയെടുക്കുക. അതെ. കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചു വരുന്നത്. കൈ കഴുകൂ ആദ്യത്തെ അറിയാതെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ വരുന്നതിന് മുമ്പേ കൈ വൃത്തിയായി കഴുകുക, കഴിച്ചു കഴിഞ്ഞാൽ വായ നല്ലോണം കുപ്പിളിച്ചിട്ട് വെള്ളം കളയുക. ഇങ്ങനെ നമ്മൾ കൊച്ചിനെ ശീലിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പിറകയിൽ ഇത്രയും മാത്രം ഒരു എന്താ പറയുക ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവില്ല. ഒരു റുട്ടീൻ പോലെ ചെയ്തു പോകുന്നേ ഉള്ളൂ അല്ലേ? അപ്പം മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ആ മിൽക്ക് ടീത്തിൽ തുടങ്ങുന്ന കാര്യം, പിന്നെ അത് കഴിഞ്ഞ് പല്ലുകളൊക്കെ ഇങ്ങനെ ആയി വരുന്നു. അപ്പോൾ ഒരു 4-5 വയസ്സാകുമ്പോഴത്തേക്കും പല്ല് ഏകദേശം എല്ലാം വന്നു കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത പരിപാടി എന്ന് പറയുന്നത് പല്ലുകൾ ഇങ്ങനെ പോവുക എന്നുള്ളതാണ് അല്ലേ? ആ ഒരു പ്രായം എങ്ങനെയാണ് ആ സമയത്ത്? ആദ്യത്തെ ഈ 6 മാസമുള്ള പല്ലുകൾ കിളിർത്ത് കഴിഞ്ഞാൽ അതിനോടിടയ്ക്ക് നമ്മൾക്ക് ഒരു 20 പല്ലുകളാണ്. അതിനെയാണ് നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ പാൽപ്പല്ലുകളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ പാരന്റ്, അത് അമ്മയോ അച്ഛനോ ആർക്ക് വേണമെങ്കിലും ഈ സംരക്ഷണത്തിൽ കുട്ടിയെ സഹായിക്കാം. തീർച്ചയായിട്ടും. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ കുട്ടിയുടെ വായുടെ ആ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതുവഴി കുട്ടിയുമായിട്ടൊരു വളരെയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. പിന്നെ ഇതും നമ്മളുടെ ഡെയിലി കുളിപ്പിക്കൽ അങ്ങനെയുള്ളതിന്റെ ഒരു ഭാഗമാണെന്ന് കുട്ടിക്ക് തന്നെ മനസ്സിലാവും. ഈ ഭാഗത്ത് ചെറിയ ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നോർമൽ അല്ല എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു വിദഗ്ധ ഉപദേശം സ്വീകരിക്കാം. അതിനുള്ള ചികിത്സകൾ തുടങ്ങാം. പിന്നെ ഡെന്റിസ്റ്റിനെ നമുക്ക്, അതായത് ദന്ത ചികിത്സാ വിദഗ്ധനെ നമുക്ക് കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്താൻ, ചികിത്സയ്ക്കായിട്ട് മാത്രം ആദ്യമായിട്ട് ഒരു ഡെന്റിസ്റ്റിനെ പോകുന്നതിലും നല്ലത് ഇടയ്ക്ക് ഒരു 2.5 വയസ്സിലൊക്കെ ഒന്ന് ചെല്ലുക, ഒരു ഡെന്റിസ്റ്റുമായിട്ട് കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുക. ഇത്രയാണ് നമ്മൾക്ക് ആ ഒരു ഏജിൽ ചെയ്യേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ബിനി പറഞ്ഞ വളരെ വലിയ കാര്യമാണ്. കാരണം അറിയാമോ, നമ്മളൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് എന്തിനാ? പല്ലുവേദന വരുമ്പോൾ അതിനെ എടുത്തു കളയാൻ. അപ്പോൾ ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ തന്നെ മനസ്സിനകത്തുനിന്നാണ് അയ്യോ പല്ലിപ്പോൾ എടുത്ത് വേദന എന്നുള്ള ആ ഒരു പേടിയോടെയാണ് പോകുന്നത്. അതിന് മുൻപ് തന്നെ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഒന്ന് സമാധാനം, അതായത് ഒരു ഡോക്ടറെ പല്ലെടുക്കില്ല അതെ ഫ്രണ്ടാക്കി എടുക്കണം, മസ്റ്റാണ്. കാരണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കാല് വെക്കുന്നതും വിളി തുടങ്ങുന്നതും ഒന്നിച്ചായിരിക്കും. എൻ്റെയൊക്കെ ഓർമ്മ അത് തന്നെയാണ്. പിന്നെ അന്നത്തെ ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്. ആദ്യം ഒരു മുട്ടായിയൊക്കെ കാണിച്ച് പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം പാസിഫൈ ചെയ്യണം. പക്ഷെ അതിനേക്കാളും നല്ലത് ആദ്യമേ കുട്ടിയും ഡോക്ടറുമായിട്ടൊരു പരിചയം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന അത് കഴിഞ്ഞൊരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പല്ല് ഓരോന്നൊക്കെ വീണു തുടങ്ങുമല്ലോ. അപ്പോഴും എന്താണ് ഈ ചിലപ്പം ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ മിൽക്ക് ടീത്ത് തന്നെ വരുമ്പോൾ ചില സമയത്ത് അത് വല്ലാതെയൊക്കെ വരും.
എന്നിട്ട് പറയും അത് സാരമില്ല, പോയി വരുമ്പോഴത്തേക്കും ശരിയാവും, അങ്ങനെയാണോ? അപ്പോൾ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ? പാൽപ്പല്ലുകളുടെ ഭംഗിയെ പറ്റി നമ്മൾ അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. പാൽപ്പല്ലുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത് പോയി സ്ഥിരദന്തങ്ങൾ വരുന്നവരെ ഈ പാൽപ്പല്ലുകൾ അതിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെ നമ്മൾ കേടുകളിൽ നിന്നും മറ്റു അസുഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഈ മിക്സ്ഡ് ഡെന്റിഷൻ പീരീഡ്. കുറെ പാൽപ്പല്ലുകൾ കാണും, അതിന്റെ കൂടെ തന്നെ കുറച്ച് സ്ഥിരം പല്ലുകളും കാണും. ആ ഒരു സ്റ്റേജ് അതൊന്ന് കുട്ടിയെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പാൽപ്പല്ലുകളുടെ സംരക്ഷണവും ഇത് നിരതെറ്റിയിരിക്കുന്നതുകൊണ്ട് സ്ഥിരദന്തങ്ങളുടെ സംരക്ഷണവും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മൾ എന്തായാലും പാരന്റിന്റെയും ഡോക്ടറുടെയും ഒരു ഹെൽപ്പ് സ്വീകരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എങ്ങനെ ബ്രഷിങ് ചെയ്ത് കൊടുക്കണം, അതിനിടെ ആടിയിരിക്കുന്ന പല്ലുകൾ, കേടുവന്ന പാൽപ്പല്ലുകൾ, അതൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ നമ്മൾക്ക് അതേ സമയം ഈ പാൽപ്പല്ലുകളിലുള്ള കേട് സ്ഥിരദന്തങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതെ, അപ്പൊ ഇതൊക്കെയാണ് ആ സമയത്ത് കെയർ കൊടുക്കേണ്ടത്. ശരി. പിന്നെ കുറച്ച് മോണവീക്കം കൂടുതലുള്ള സ്റ്റേജ് ആണത്, ആ ഒരു മിക്സ്ഡ് ഡെന്റിഷൻ പീരീഡ്. അതെ. അപ്പം പലപ്പോഴും പറയും ഇങ്ങനെ, നമ്മളിപ്പം പേസ്റ്റ് ഒക്കെ ആണല്ലോ ഇപ്പം എല്ലാവരും ഉപയോഗിച്ചു വരുന്നത്. പക്ഷെ മുൻപ് ഒക്കെ നമ്മൾ ഈ ഉമിക്കിരി കൊണ്ടും ഉമിക്കിരിയിൽ ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് എത്രത്തോളം ചെയ്യാൻ പാടുണ്ടോ? അതോ അത് എന്താ വെച്ചാൽ എന്തായാലും അധികം അബ്രേസീവ് എന്ന് പറയും, അധികം പരുപരുത്തതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും. എപ്പോഴും ക്ലീനിങ് വളരെ നന്നായിട്ട് നടക്കുന്നത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റുകൾ. അത് നമ്മൾ ഏത് രീതിയിൽ ഏതളവിൽ എത്ര സമയം എന്നുള്ളത് എല്ലാവർക്കും ദന്ത വിദഗ്ധനെ കാണിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രഷിങ്ങിൽ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അതുപോലെ തന്നെ അധിക പേരും ആവശ്യത്തിൽ കൂടുതലാണ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. എത്രയാണ് എടുക്കേണ്ടത് ഒരു ബ്രഷിൽ? നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പീനട്ട് സൈസ് എന്ന് പറയും, ഒരു കപ്പലണ്ടിയുടെ സൈസ് മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ പ്രധാന കാര്യം ആ പേസ്റ്റിനെ നമ്മൾ ബ്രിസിൽസിന്റെ ഇടയിലേക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്ത് താഴേക്ക് ഇറക്കിയതിന് ശേഷം ബ്രഷ് വെറ്റാക്കിയിട്ട് നമുക്ക് ബ്രഷിങ് തുടങ്ങാം. അതാണ് ചെയ്യേണ്ടത്. നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ് സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? കൊല്ലത്തുനിന്നാണ്. എന്താ പേരെന്താണ്? സീമ. ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ. ഹലോ സീമ, പറയൂ. ഹലോ, പറഞ്ഞോളൂ സീമ, ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. കുഞ്ഞിന് 2.5 വയസ്സായി. രണ്ട് പല്ലിന് ഒരു വെള്ളപ്പാട് പോലെ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെള്ളമില്ലാത്തതുപോലെ ഇപ്പം വെള്ളപ്പാടായിട്ട് നിൽക്കുക. അതെന്താ ഡോക്ടർ? വെള്ളപ്പാടുകൾ ഒരു ദന്തരോഗം, അതായത് ദന്തക്ഷയം, ഡെന്റൽ കേരീസിന്റെ ഒരു തുടക്കമാണെന്ന് തന്നെ പറയാം. അപ്പൊ അതിന് നമ്മൾ ബ്രഷിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കുട്ടിക്ക്? കുട്ടിക്ക് കുപ്പിപ്പാൽ കൊടുക്കുന്നുണ്ടോ? കുപ്പിപ്പാൽ കൊടുത്തതിന് ശേഷം അത് വെച്ച് ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ഇല്ല. അപ്പൊ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ഒരു ഡെന്റൽ ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് ആ കേട് പ്രിവെന്റ് ചെയ്യാനുള്ള ചില മാർഗങ്ങളുണ്ട്. അതായത് നിങ്ങളെ യഥാർത്ഥ രീതിയിൽ ബ്രഷിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ ഫ്ലൂറൈഡ്, ഡെന്റൽ കേരീസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഫ്ലൂറൈഡ് കോട്ടിങ്ങുകൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അതിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ കൂടുതൽ കേട് വരാതിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ബ്രഷിങ് പറഞ്ഞില്ലേ, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ ഒന്ന് ബ്രഷ് ചെയ്ത് വിടും. രാത്രി കിടക്കുന്നതിന് മുൻപേ ഒന്ന് ബ്രഷ് ചെയ്യും. രാവിലെയുള്ള ബ്രഷിംഗ് പോലെ തന്നെയോ അതിനേക്കാളും കൂടുതലും പ്രാധാന്യമുള്ളതാണ് രാത്രിയിലെ ബ്രഷിംഗ്. അതിന് 2 കാര്യങ്ങളുണ്ട്. രാത്രിയിൽ ഒരു കുഞ്ഞ് അല്ലെ ആരായാലും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ സലൈവറി ഫ്ലോ, നമ്മുടെ വായിലുള്ള തുപ്പലിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് വളരെയധികം കുറവുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും ബാക്ടീരിയയും കൂടെ കൂടുതൽ പ്രവർത്തിക്കാനും അതിന്റെ കൂടെ അതാണ് ഒരു ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ആസിഡാണ് നമ്മളുടെ ഈ ഡെന്റൽ കേരീസിന്റെ പ്രധാന ഒരു കാരണം
ഉണ്ടാകുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഓരോ രാത്രിയുള്ള ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ മൗത്ത് വാഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഉപ്പുവെള്ളം കൊണ്ട് വായ കഴുകിയതിന് ശേഷം കിടന്നുറങ്ങും. അതെ. അപ്പം നമ്മളിപ്പം ഇപ്പം ഇത് ഈ പറഞ്ഞത് ഒരു പ്രായം ഇതല്ല, കൊച്ചുകുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. അതായത് പല്ല് സൂക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ടീൻ, അപ്പോഴാണ് ശരിക്കും ഒരു സൗന്ദര്യബോധമൊക്കെ വന്നു തുടങ്ങുന്ന പ്രായമാണ്. ഈ പല്ലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് അതിന്റെ കെയർ എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പല്ലുകളുടെ കേട്, മോണരോഗം, ഇവയെല്ലാം നമ്മൾ ക്ലീനിങ്, അതുപോലെ തന്നെ പോടടയ്ക്കൽ, അതെല്ലാം ഈ ഏജ് വരെ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചാൽ പിന്നെ സാധാരണ കൗമാരക്കാരിൽ കാണുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് മോണരോഗത്തിനുള്ള സാധ്യത കൂടുതലുണ്ട്. ശരി. കാരണം എന്താ വെച്ചാൽ അവരുടെ ഹോർമോൺ ലെവൽസ്, ടീനേജ് പ്യൂബർട്ടൽ ചേഞ്ചസ് അങ്ങനെയുള്ളത് കൊണ്ട് മോണ എപ്പോഴും കുറച്ചൊന്ന് തടിച്ചിരിക്കും. അപ്പോൾ അത് പ്രോപ്പർ ബ്രഷിങ്ങും ഒരു ഡെന്റൽ ക്ലീനിങ് എല്ലാം കൊണ്ട് ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഹോർമോൺ ലെവൽസ് അത് നാച്ചുറൽ ലെവൽ അറ്റൈൻ ചെയ്ത് കഴിയുമ്പം നോർമലി അതൊരു സാധാരണ നിലയിലേക്ക് വരും. രണ്ടാമത്തെ കാര്യമാണ് അധികം പേരും ബ്യൂട്ടി കോൺഷ്യസ് ഏജ് ആണെന്ന് പറയുന്നത്. അതെ അതെ അതെ. ആ ഏജിൽ നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ പല്ലുകൾ നിരതെറ്റിയ പല്ല്, നിരതെറ്റിയ പല്ലുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയുക, സ്പേസിങ് വളരെയധികം എന്തായാലും മുഖത്തിനൊരു ഭംഗിയില്ലാത്ത പല്ലുകളുടെ ഒരു അവസ്ഥ. പല്ല് നന്നായാൽ പാതി നന്നായി എന്നാണ് അത് തന്നെ. അപ്പൊ ഈ അവസ്ഥകളെ നമുക്ക് ദന്ത ക്രമീകരണ ചികിത്സ, അതായത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നതാണ് ഈ ടീനേജ്. ഒരു 13 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള സമയം വളരെ ഐഡിയലാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്, ഒന്ന് അതിന്റെ ഒരു ഭാഗമാണ് ബ്യൂട്ടിഫിക്കേഷൻ. സെക്കൻഡ്, നമ്മളുടെ പല പല ഉച്ചാരണം, പ്രൊനൗൺസിയേഷനെ ഇത് ബാധിക്കും, നമ്മുടെ നിരതെറ്റിയ പല്ലുകൾ. പിന്നെ ടീത്ത് എന്തായാലും നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതെ, കാരണം ഒരുപാട് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കുന്നത് തന്നെ ആ ഒരു കൊച്ചു പ്രായം കഴിഞ്ഞ് നമ്മൾ ടീനേജിൽ കയറുമ്പോഴാണ് പല്ലിനെ കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാവുന്നത്. മുഖത്ത് എത്രമാത്രം അത് ഇഫക്റ്റ് ചെയ്യുന്നു, അത് അതിനെ കൊണ്ടുള്ള എന്താ പറയാ ആ പേഴ്സണാലിറ്റിയിൽ ഒരു വ്യത്യാസം. പിന്നെ ആ പ്രായത്തിൽ കുട്ടികൾ അവെയർ ആയില്ലെങ്കിൽ പോലും 2 വിഭാഗക്കാർക്ക് അവർക്ക് ഇതിൽ മോട്ടിവേഷൻ കൊടുക്കാം. ഒന്ന്, മാതാപിതാക്കൾ, മോനെ ഇതെങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. 2, ഞാൻ എപ്പോഴും കുട്ടികളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജോസഫ് എന്നാണ്. എവിടുന്നാ വിളിക്കണേ? ഞാൻ എറണാകുളത്ത് വിളിക്കണേ. ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. അതെന്റെ ഇളയ മോന്റെ പല്ലിനെ കുറിച്ചാണേ. പറഞ്ഞോളൂ. അത് ഇളയ മോന്റെ പല്ല് ഒരു 1.5 വയസ്സ് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ 1.5 വയസ്സിന് ശേഷം അവന്റെ പല്ലൊക്കെ ദ്രവിച്ചു തുടങ്ങുന്നത്. അണപ്പല്ലാണ് കൂടുതലും കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. അതെ, ഈ കേടുകളാണോ അതോ ഡോക്ടർമാരെ ആരെങ്കിലും കാണിച്ചോ ഇതുവരെ? കാണിച്ചിട്ടില്ല. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ 2 നേരമുള്ള ബ്രഷിങ്, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ, ഡെന്റിസ്റ്റിനെ കാണിച്ചതിന് ശേഷം കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ബ്രഷിങ് എല്ലാം അവർ പറഞ്ഞു തരും. അതിനുശേഷം ഫില്ലിങ്ങുകൾ, ക്യാപ്പുകൾ, അങ്ങനെ വിവിധ ട്രീറ്റ്മെന്റ്, പ്രിവെന്റീവ് മെഷേഴ്സ്, ഇനിയും കേട് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ളത് എല്ലാം വിദഗ്ധ ഉപദേശം നേടണം. ഇപ്പൊ 1.5 വയസ്സായ കുട്ടിക്ക് എന്തായാലും വേറെ പെർമനന്റ് പല്ലുകൾ വരും. ഇപ്പൊ പറിച്ചു കളയണ്ട, ഇതിനെ തന്നെ സംരക്ഷിക്കാൻ നോക്കുക. അതിനുശേഷം അതിന്റെ പ്രായം ആകുമ്പോൾ സ്ഥിരദന്തങ്ങൾ വന്നു തുടങ്ങുമ്പോൾ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏത് രീതിയിൽ കേടുവന്ന പല്ലുകളെയും നമുക്ക് വിവിധ തരം ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ ഉപയോഗിച്ച്, അതായത് ഫില്ലിങ്ങുകൾ, പൾപ്പെക്ടമി, അതിനുള്ള ക്യാപ്പുകൾ, പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ എല്ലാം ചെയ്ത് കുട്ടിക്കൊരു സ്ഥിരം പല്ലുകൾ വരുന്നത് വരെ നമ്മൾ ഇതിനെ സംരക്ഷിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഈ പലപ്പോഴും പറ്റുന്നതെന്ന് പറയുമ്പോൾ മിൽക്ക് ടീത്ത് ഈ പറഞ്ഞ പോലെയാണ്. ഈ പല്ല് പോയി ഇനി അടുത്തത് വരുമല്ലോ എന്നുള്ള ധാരണയിൽ ഇതിനെ കുറച്ച് കെയർ കൊടുക്കുന്നത് വളരെ കുറവാണ്. അതെ, അതിന് പല കാര്യമുണ്ട്. ഒന്നൊരു കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ ഫ്രണ്ടിലെ ആയാലും കുറെ പല്ലുകളില്ലെങ്കിൽ അവന് എന്തായാലും ഒരു നിക്നെയിം വരും. ടീച്ചറായാലും കുട്ടികളായാലും വരും. അത് കുട്ടിയുടെ ഒരു ചെറിയ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം, കേടുവന്ന വായിൽ നിന്ന് എപ്പോഴും ഒരു ദുർഗന്ധം
ഉണ്ടാവും. അതും സഹപാഠികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും നോട്ട് ചെയ്യും. അത് നമുക്കൊരു പിന്നെ എപ്പോഴും ഈ ഫുഡ് കയറി ഇരിക്കുമ്പോൾ കുത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ സ്ഥിരം പല്ലുകൾക്കുള്ള ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രൂപ്പാണ് ഈ പാൽപ്പല്ലുകൾ. അപ്പം നമ്മൾ ആ സ്ഥിരം പല്ല് വരുന്ന വരെ ഈ പാൽപ്പല്ലുകൾ അതിന്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നാൽ മാത്രമേ അടുത്ത പല്ലിന് ആ സ്ഥലം തന്നെ. അതുകൊണ്ട് എപ്പോഴുമാണ്. പിന്നെ അതിന്റെ കൂടെ ആ സമയം വരെ പാൽപ്പല്ലുകൾ ഇരുന്നില്ലെങ്കിൽ കുട്ടിയുടെ ഡൈജഷനെ അത് ബാധിക്കും, ദഹനം. അതായത് കുട്ടിക്ക് കഴിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്താഗതി ഇപ്പൊ നമ്മള് ഓരോ ക്ലിനിക്കുകളിലും മോട്ടിവേഷൻ, പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, ഏത് ഓർഡറിൽ ചെയ്യണം, പിന്നെ എത്ര ഫ്രീക്വൻസിയിൽ കുട്ടിയായാലും അഡൽട്ട് ആയാലും വിദഗ്ധരെ കാണിക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ദന്ത ചികിത്സ എടുത്തു എന്ന് കരുതിക്കൊണ്ട് നമുക്കത് തീരുന്നില്ല. എപ്പോഴും മിക്കവാറും ഒരു 6 മാസത്തിലൊരിക്കൽ ചെയ്ത സംഗതികളുടെ ഒരു എന്താ പറയുക ഒരു അവസ്ഥ ഉറപ്പാക്കുക. അതുപോലെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇതൊരു നമ്മുടെ ഭാഗവും ഒരു ശീലമാണ്. കാരണം എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡയബറ്റീസോ പ്രഷറോ ഉള്ളവരൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് അവർ അതൊക്കെ ചെക്ക് ചെയ്യും, ബ്ലഡ് നോക്കും, ഇതെല്ലാം മരുന്ന് കറക്റ്റായി കഴിക്കും. ഇതിന് പിന്നെ അങ്ങനെ ഒരു മരുന്ന് കഴിക്കലൊന്നും ഇല്ലല്ലോ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ മറന്ന് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പ്രോബ്ലം വരണം. ഡെന്റിസ്റ്റിനെ പറ്റി ഡെന്റൽ ഒരു ആരോഗ്യത്തെ പറ്റി ആളുകൾ ചിന്തിക്കുന്നത് അധികം അതൊരു പെയിൻഫുൾ സ്റ്റേജ് ആകുമ്പോഴാണ്. അതിന് മുമ്പേ തന്നെ നമുക്ക് വളരെയധികം കറക്ഷൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ടീനേജേഴ്സിന്റെ കാര്യമാണ് അല്ലെ, ഈ പല്ല് ശരിയാക്കുന്നതും. ഇപ്പം ചിലവർക്ക് ഈ കൊച്ചു നാളിലെ പല്ലൊക്കെ ഇങ്ങനെ കുറച്ച് പൊന്തി വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു 12 വയസ്സാണെന്ന് തോന്നുന്നു അല്ലേ ആ ഇതൊക്കെ ഇടേണ്ട. ഇപ്പൊ അതും ഒരു കാലത്ത് നിലവിലിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് 12 വയസ്സ് 13 വയസ്സ്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ ഒരു കറക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് അതിനെ തന്നെ നമുക്ക് പല പല വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അതായത് ഒരു പ്രിവെന്റീവ് ആയിട്ട് ചെയ്യാം, ഇന്റർസെപ്റ്റീവ് മെഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കറക്റ്റീവ്. അപ്പൊ കുട്ടിയുടെ ഒരു വലുപ്പം പല്ല് എന്തുകൊണ്ടാണ് ഈ ഉന്തി വരുന്നത്? ചിലപ്പോൾ അതൊരു താടിയലിന്റെ വളർച്ചയുടെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള, ചിലർക്ക് കണ്ടിട്ടില്ലേ കീഴ്ത്താടി കുറച്ച് കൂടുതൽ വരുന്നു, മേൽത്താടി കുറച്ച് അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ആ ചെറിയ ഏജിലെ കുട്ടിയും ഡെന്റിസ്റ്റുമായിട്ട് പരിചയമായി കഴിയുമ്പോൾ ഡെന്റിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി അത് കണ്ടുപിടിക്കും. അതിന് അപ്പൊ തന്നെ ഈ കുട്ടിക്ക് മിക്കവാറും ഒരു 6 വയസ്സിൽ അല്ലെങ്കിൽ 8 വയസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 വയസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹലോ വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ് ഇത്? ആറന്മുളയിൽ നിന്നാണ്. എന്റെ കൊച്ചുമോന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എവിടെന്നാ വിളിക്കുന്നത്? ആറന്മുള. ഓക്കെ, ചോദിച്ചോളൂ കേട്ടോ. എന്റെ ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. എന്റെ കൊച്ചുമോന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എത്ര വയസ്സായി? എത്ര വയസ്സത്തെ പല്ലുകള് മേൽനിരയിലേത് എല്ലാം ദ്രവിച്ചു പോയി. ഇപ്പൊ 5 വയസ്സുണ്ട് കുഞ്ഞിന്. അതെ. അപ്പൊ ഞങ്ങൾ ഇവിടെ പലയിടത്തും കാണിച്ചു. അന്നേരം അവര് ഡോക്ടേഴ്സ് പറയുന്നത് വേദനയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നോട്ടെ, ഇത് പറയേണ്ട സമയത്ത് പറഞ്ഞു പോയിട്ട് വേറെ പല്ല് വന്നോളൂ എന്ന് പറയുന്നു. എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? വേദനയില്ല. വേദന ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കുട്ടിക്ക് 2 നേരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾ കുട്ടിയെ 2 പ്രാവശ്യം നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ഭക്ഷണത്തിന് ശേഷവും വായ നല്ലപോലെ കഴുകാൻ ശീലിപ്പിക്കുക. പിന്നെ 5 വയസ്സ് ഒരു 8 വയസ്സ് വരെ ഇരിക്കാനുള്ള ഷേഴ്സ് ഡെന്റിസ്റ്റിനെ കാണിച്ചെടുക്കണം. അതാണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതിനൊരു വിദഗ്ധ വന്നോളും. എങ്കിലും ഇത് ഇരിക്കേണ്ട സമയം വരെ ഇരിക്കാനായിട്ട് നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ വിദഗ്ധ ഉപദേശം സ്വീകരിക്കണം. ഓക്കെ, ശരി. താങ്ക് യു ഫോർ കോളിംഗ്. ഇതാണ് ഓരോ കുട്ടികളുടെ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ പല കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ആരോട് ചോദിക്കും, ഇതൊക്കെ പെട്ടെന്ന് പോയി ഒന്ന് ചോദിക്കാനും അങ്ങനെ ഒരു ഇതല്ലല്ലോ സംവിധാനം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഡോക്ടറിനെ നമ്മളിപ്പം 12 വയസ്സിലല്ല, അതിന് മുൻപേ ആ ഡെന്റിസ്റ്റുമായിട്ട് പരിചയപ്പെട്ട് അഥവാ ഇങ്ങനെ അതായത് കീഴ്ത്താടി കുറച്ച് പൊന്തിയിട്ട് അതായത് ആ ഏജിൽ ഡെവലപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അബ്നോർമൽ ഹാബിറ്റ്സ്, അതായത് കുട്ടികൾ പലർക്കും തം സക്കിങ്, ഫിംഗർ സക്കിങ്, അതുപോലെ തന്നെ മൗത്ത് ബ്രീത്തിങ്, പിന്നെ ചിലർക്ക് ടോൺസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ കുറെ പ്രോബ്ലംസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഡെന്റിസ്റ്റിന് അപ്പൊ തന്നെ ആ കുട്ടി എന്താ പറയുക ഒരു ഫാമിലി ഡോക്ടർ ആയി കഴിഞ്ഞു. അപ്പോഴേക്കും
അപ്പോൾ ആ കുട്ടിയിൽ വരുന്ന ഓരോ ചേഞ്ചും ഡെന്റിസ്റ്റ് ഒബ്സർവ് ചെയ്യും, അതിനുള്ള കറക്ഷൻ അപ്പോഴപ്പോഴും ചെയ്യണം. അത് ശരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പം പലപ്പോഴും ഇത് ബ്രേസസും അതും ഇതൊക്കെ ഇടുന്ന ആലോചിക്കുമ്പോൾ ബ്രേസസ് അതിന്റെ ഒരു അൾട്ടിമേറ്റ് ആണ്. അതിനു മുമ്പ് ആ ബ്രേസസ് ഇടുമ്പോൾ ഉള്ള പീരീഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ എളുപ്പമാക്കാനുമാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെയൊക്കെ കോൺസെപ്റ്റ് അതായിരുന്നു. ഈ പറഞ്ഞ പോലെ മുൻപുള്ള ഒരു കോൺസെപ്റ്റ് 12 വയസ്സ് വരെ ഇപ്പൊ പല്ലൊക്കെ തള്ളിയിരിക്കാനേ 12 വയസ്സാവട്ടെ എന്നാണ് ഒരു ധാരണ ഉണ്ടായിരുന്നത്. അപ്പൊ അതങ്ങനെയല്ല. അപ്പൊ ഒരു 8 വയസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ചില മസിൽ ഫംഗ്ഷനുകളുടെ വളരെ കൃത്യമായ ഉപയോഗം മൂലം പോലും ചില താടിയെല്ലിന്റെ വളർച്ചയെ ഒരു പ്രപ്പോർഷനേറ്റ് ആക്കാൻ, അത് ആനുപാതികമാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. കുട്ടി ഇത്ര സമയം ഇത് ഉപയോഗിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്താൽ നമുക്ക് ചില അബ്നോർമാലിറ്റീസ് പല്ലുകളുടെയും താടിയെല്ലുകളുടെയും അതിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കറക്റ്റ് ചെയ്യാം. കാരണം ഈ ടീനേജ് പ്രായത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 12 വയസ്സാകുമ്പോൾ കൊണ്ടുവന്ന് ഡെന്റിസ്റ്റിനെ കാണിക്കുമ്പം ഒരു കുറച്ച് കാലത്തേക്ക് ഇടാനായിട്ട് ഇതൊക്കെ കൊടുക്കുമ്പം മിക്കവാറും എല്ലാ കുട്ടികളുടെ ഈ ആ ടീനേജ് പ്രായം ഉണ്ടല്ലോ, അവർ ഈ പല്ലിൽ ഇതൊക്കെ ഇട്ട് ഒരു കുറച്ച് വിരൂപാവസ്ഥയിലാണ് കഴിയുക. അത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം അപ്പൊ ഇതിനേക്കാളും ശരിക്കും പറഞ്ഞ് ചെയ്യേണ്ടത് ഈ 8 വയസ്സിലോ അല്ലെങ്കിൽ അവരുടെ ഈ എല്ലൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഡോക്ടറിനെ കാണിച്ച് അതിനൊരു കറക്ഷൻ ചെയ്ത് അത് കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പല്ലുകളുടെ നിര മാത്രമല്ല, താടിയെല്ലിന്റെ ഗ്രോത്തും നമ്മളുടെ മുഖത്തിന്റെ ഭംഗിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈ സൗന്ദര്യബോധം ഇപ്പം വളരെ രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഈ പെൺകുട്ടികൾക്ക് അതായത് കല്യാണത്തിന് മുൻപ് എന്തെങ്കിലും ഇതിന് പല്ലിന്റെ സംരക്ഷണം പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ? കല്യാണത്തിന് മുമ്പ് വെച്ചാൽ ഒരു ഡെന്റിസ്റ്റിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് അതെല്ലാം ഏകദേശം അറിയായിരിക്കും. എങ്കിലും നമ്മൾ ഒരു പ്രീ മാരിറ്റൽ ഇതില് നമ്മളുടെ റുട്ടീൻ ഒരു ക്ലീനിങ്, ഓറൽ പ്രൊഫൈലാക്സിസ് എന്ന് പറയും, ഒരു ക്ലീനിങ് ചെയ്യാം, ഡെന്റൽ ചെക്കപ്പ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ ആ ഏജിലുള്ള ഒരു പ്രധാന പ്രോബ്ലം നമ്മുടെ വിസ്ഡം ടൂത്ത് ഉണ്ടാക്കുന്ന ശല്യം, അതായത് അതിന്റെ പെയിൻ, അതുപോലെ തന്നെ അതിനകത്തുനിന്ന് ചിലർക്ക് ഒരു പസ് ഡിസ്ചാർജ്, ബാഡ് സ്മെല്ല്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്തായാലും ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പ് വിത്ത് ക്ലീനിങ്, പോഡുകൾ അടയ്ക്കുക, അങ്ങനെയുള്ളതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അത് നമ്മളുടെ ഒരു ഹൈജീൻ, പാർട്ട് ഓഫ് ഹൈജീൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, പിന്നെ ഈ ഏജിൽ ഉണ്ടാകാവുന്ന പല പല പ്രോബ്ലംസിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോളിൽ നിർത്താൻ പറ്റും. ഈ സമയത്ത് പിന്നെ മാരേജിന് മുമ്പ് അതുപോലെ തന്നെ ഉള്ളതാണ് ആഫ്റ്റർ മാരേജ്, ബിഫോർ ബിക്കമിങ് പ്രഗ്നന്റ്. അതായത് നമ്മളൊരു പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് പോലും നമ്മളുടെ ഓറൽ ഹെൽത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അതിന് ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ പല വായിലെ അസുഖങ്ങളും നമ്മളുടെ സിസ്റ്റമിക് കണ്ടീഷൻ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്നു എന്നുള്ള അതാണ്. അത് ശരിയാണ്. അപ്പോൾ വായുടെ ആരോഗ്യം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വായിൽ ജനറേറ്റ് ചെയ്യുന്ന അൺവാണ്ടഡ് ടോക്സിൻസിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ ഹെൽത്തും അതുവഴി ഇത് ചെയ്യാം. ഞാൻ ഈ പ്രീ മാരിറ്റൽ അല്ലെങ്കിൽ മാരിറ്റൽ ആഫ്റ്റർ മാരേജ്, ബിഫോർ ബിക്കമിങ് പ്രഗ്നൻസി എന്നുള്ളതിന് ഒരു വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഏറ്റവും പുതിയ ഇതാണ് മോണരോഗമുള്ള അമ്മമാരും ലോ ബർത്ത് വെയിറ്റ് ബേബീസ്. അങ്ങനെ ഒരു കണക്ഷൻ ആരും ചിന്തിക്കില്ല. അതെ, അത് കാരണം ഈ ബാക്ടീരിയൽ ടോക്സിൻസ്, അമ്മയുടെ വായിലുള്ള ബാക്ടീരിയൽ ടോക്സിൻസിന് ഒരു പ്രീ ടേം ലേബർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ ഒരു പാർട്ട് ഓഫ് ഇത് തന്നെയാണ്. കാരണം ഹൈജീൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. കാരണം ഇപ്പം നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയുന്ന ഒരു കാര്യമാണ്. നല്ല ഒന്നാമത് ഒരു പല്ലിൻ്റെ ഒരു ഘടനയും പ്രത്യേകിച്ച് വായ്നാറ്റവും അതൊരു വലിയൊരു പ്രശ്നമാണ്. പലർക്കും ഇന്റേണൽ വായ കൊണ്ട് മാത്രമല്ല, ചില ഇന്റേണൽ പ്രശ്നങ്ങൾ കൊണ്ടും വായ്നാറ്റം ഉണ്ടാവുമല്ലോ. വായ്നാറ്റം ഒരു പരിധിവരെ മോണയിലെ അസുഖങ്ങൾ, പല്ലിലെ കേടുകൾ, ടോൺസിലൈറ്റിസ്. പിന്നെ നമ്മൾ വരുന്നത് എപ്പോഴും സൈനസൈറ്റിസ്, അതുപോലെ തന്നെ നമ്മുടെ ഫെറിഞ്ചൈറ്റിസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വയറിലുള്ള ഡൈജഷൻ, അസിഡിറ്റി, അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ്, കിഡ്നി രോഗങ്ങളുള്ളവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം വായിലൊരു ബാഡ് ബ്രത്തിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ദന്തരോഗ വിദഗ്ധൻ ചെയ്യേണ്ടത് അത് എവിടെ നിന്നാണ് അതിന്റെ ഒറിജിൻ, ഏത് ഭാഗത്തുനിന്ന് നമ്മളത് വരുന്നു, അല്ലെങ്കിൽ എന്താ അതിൽ നമുക്ക് വായിലുള്ള
കാരണങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റെഫറൽ. അതെ, ബാക്കിയുള്ള സിസ്റ്റംസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവേ ഇപ്പം നമ്മളിപ്പം ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലായാലും കുറച്ച് അത് കഴിഞ്ഞിട്ട് മാരേജ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ കൂടുതലായിട്ടും കാണുന്നതും ഡെന്റൽ കേരീസ്, അതുപോലെ തന്നെ മോണരോഗം. ഇത് രണ്ടും കൂടുതലായിട്ടുണ്ട്. പിന്നെ ചെറിയ തോതിൽ അലട്ടുന്ന ബാക്കിയുള്ളതെല്ലാം അവരുടെ കോസ്മെറ്റിക് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ പോപ്പുലേഷനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അതിൽ ഒരു പരിധി വരെ നെഗ്ലിജൻസ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ അത്രേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വരുന്ന സ്ത്രീകൾ, അതായത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സമയമില്ല എന്നുള്ളതോ നമ്മളുടെ ഫോക്കസ്, നമ്മളിപ്പോ ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടോ ആകാം, അതുകൊണ്ടും ആകാം. എങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തേ. അതാ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പ്രോഗ്രാമിൽ പറയുന്ന കാര്യമാണ്, സ്ത്രീകള് അവരുടെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി സ്ത്രീകൾക്കാണ്. ഇനി അതാണെങ്കിൽ തന്നെ എല്ലാ മനുഷ്യരുടെയും ലാസ്റ്റ് പ്രയോറിറ്റി പല്ലുവാണ്. എന്തെങ്കിലും ഒരു കേട് വരുന്നത് വരെ അതിനൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ വരുന്നതിന്റെ, എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ചികിത്സ കൂടാതെ ഒരു 5 മിനിറ്റ് അവരുടെ മോട്ടിവേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷന് നമ്മളൊരു സമയം സ്പെൻഡ് ചെയ്യുക. അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും അപ്പൊ അതാണ് നമ്മളുടെ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് വിനോദ്. വിനോദ് ഡോക്ടറിനോട് ചോദിച്ചോളൂ കേട്ടോ. ഹലോ വിനോദ്, പറയൂ. അതായത് എന്റെ മോക്ക് 6 വയസ്സായി. അതെ, പറഞ്ഞോളൂ. എന്റെ മോക്ക് 6 വയസ്സായിരുന്നു. മോക്ക് ഒന്ന് വീണായിരുന്നു മോള്. മോളിലത്തെ 2 പല്ല് ഒന്ന് കംപ്ലൈന്റ് ആയിരുന്നു, പൊട്ടിപ്പോയി. ഹലോ വിനോദ്, ടിവിയിൽ ശ്രദ്ധിക്കല്ലേ. അപ്പഴ അത് വന്നപ്പോഴേ ആ പല്ലൊന്ന് ദ്രവിച്ചണക്കായിരുന്നു. അപ്പോഴത് എങ്ങനെ ഇളക്കി കളയണോ അതെ അല്ലാതെ പൊഴിഞ്ഞു പോകും? കുട്ടിക്ക് വേദന പറയുന്നുണ്ടോ? വേദനയായിട്ടൊന്നും ഇല്ല, എങ്കിലും ചെറിയ കൊച്ചു വേദന ഉണ്ടോ? പൊട്ടിപ്പോയ പല്ല് ഡെന്റിസ്റ്റിനെ കാണിച്ചിരുന്നോ? ഇല്ലല്ല, കാണിച്ചില്ലായിരുന്നു. എങ്കിലും ആ പല്ല് ഒരു 8 വയസ്സ് വരെ ഇരിക്കേണ്ടതാണ്, 7.5-8 വയസ്സ്. അപ്പൊ അതൊന്ന് കാണിച്ച് അതിനെ സംരക്ഷിച്ച് വെക്കുക, അതിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് കളയേണ്ടി വരും. സ്ഥിരം പല്ല് വളരെ താമസിച്ചേ വരുവുള്ളൂ. പിന്നെ കുട്ടിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് കാണിക്കണം. 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഈ വീണതിന് ശേഷമാണ് ഈ 2 പല്ല്, മേളുള്ളത്തെ 2 പല്ല് മാത്രമേ ഇങ്ങനെ പൊടിഞ്ഞിട്ടുള്ളായിരുന്നു. അതെ, അതെന്തായാലും ഒന്ന് കാണിച്ച് അതിനെ വീണ്ടും ഭാവിയിൽ ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാക്കി വെക്കണം. താങ്ക് യു. നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ലാക്ടേറ്റിംഗ് മദേഴ്സിനെ കുറിച്ച്, അതായത് അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന അമ്മമാർക്ക് ദന്തക്ഷയത്തിനുള്ള, അതായത് പ്രഗ്നൻസി പീരീഡിൽ തൊട്ട് തുടങ്ങുന്ന ചില പ്രോബ്ലംസ് ആണ്. പ്രഗ്നൻസിയിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് മോണയിൽ നിന്ന് ബ്ലഡ് വരിക, മോണയിൽ നിന്നുള്ള രക്തം വരിക. അത് ഒരു പരിധി വരെ വായുടെ ശുചിത്വക്കുറവ് കൊണ്ടും, രണ്ടാമത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്. അപ്പം അത് നമ്മൾ ഒരു പ്രഗ്നൻസിയിലെ ഏറ്റവും സേഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4, 5, 6, 7 മാസങ്ങൾ. ഈ മാസങ്ങളിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും, ചെയ്യണം. അതുപോലെ തന്നെ ഡെന്റിസ്റ്റ് പറയുന്ന വായ ശുചീകരിക്കുന്ന ഉപാധികളെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് അണ്ടർ കൺട്രോൾ ആയിരിക്കും. അതിനുശേഷം പാലൂട്ടുന്ന അമ്മമാരിൽ ഒരു ചെറിയ വലിയ ഇപ്പോഴത്തെ നമ്മളുടെ ആഹാര രീതി അനുസരിച്ച് ഒരു കാൽഷ്യം ഡിപ്ലീഷൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മളൊരു കുട്ടി വന്നു കഴിയുമ്പോൾ അമ്മയുടെ ടൈം മാനേജ്മെന്റ് അതൊരു ഫാക്ടറാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ ജോലി, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, അതേസമയം ഒരു പുതിയ ആളിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പലപ്പോഴും നമ്മളുടെ സ്വന്തം കാര്യം മറക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ആണ് ഈ അധികം വരുന്നത്. അപ്പൊ
ഒരു പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരും കണ്ടിന്യൂ ചെയ്യുക. പുതിയ ആളിനെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഹെൽത്തിന്റെ കാര്യവും കൂടെ സമയം ചെയ്യുക. പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചില്ല. പക്ഷെ ഇതെല്ലാം തുടർന്ന് വരുന്ന രീതികൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു, ഞാൻ ആദ്യം പറഞ്ഞ മാതിരിയുള്ള മനസ്സും അതുപോലെ അതിനൊരു സമയം കണ്ടെത്തും. ഇതേപോലെ സ്ത്രീകളുടെ പറയുമ്പോൾ തന്നെ ഈ ഏജ് വരുമ്പോൾ ഏജ് കാച്ചസ് അപ്പ്, ഈ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അവർ കൂടുതൽ ഒരുപാട് സ്മോക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ, സ്ത്രീയായാലും പുരുഷനായാലും പാൻ ഒരുപാട് കഴിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ തേയ്മാനം കാണുന്നുണ്ട്, പല്ലിലെ കറ അല്ലെങ്കിൽ തേയ്മാനം. അപ്പൊ ഇതിന് സ്മോക്കിംഗ് നിർത്താൻ പറഞ്ഞാൽ പലരും നിർത്തുണ്ടാവില്ല. പക്ഷെ എങ്ങനെയാണ് അവർ പോലും ഒരു കെയർ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് കെയറാണ് അവർ പോയി എടുക്കേണ്ടത്? സ്മോക്കിംഗ്, നമ്മളുടെ എക്സ്പീരിയൻസിൽ സ്മോക്കിംഗ് അതിന്റെ വിവിധ വശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം പേര് അതിൽ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. കാരണം ഉണ്ട്. പിന്നെ സ്മോക്കിംഗ് അത് നിർത്താൻ പറ്റാത്തൊരു കാര്യമല്ല. കാരണം നമ്മൾ പല ക്യാൻസർ കേസായിട്ട് നമുക്ക് തോന്നുന്നതും നമ്മൾ റെഫർ ചെയ്ത് ഒരു ബയോപ്സി അല്ലെ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് ശേഷം പറയാണ് ഇത് ക്യാൻസർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെരി നെക്സ്റ്റ് മൊമെന്റ് അവർ നിർത്തുന്നുണ്ട്. നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേടിച്ചാലേ നിൽക്കുള്ളൂ. അതെ അതെ അതെ. അപ്പൊ മോട്ടിവേഷൻ മാക്സിമം നമ്മൾ കൊടുക്കാറുണ്ട്. അത് അധികം പേരിലും അത് വളരെ പ്രായോഗികമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ രണ്ടുപേരും ഡെന്റൽ ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം വളരെയധികം കപ്പിളായിട്ട് വരും. ഹസ്ബൻഡ് വൈഫിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും വൈഫ് ഹസ്ബൻഡിനെ, അങ്ങനെയുള്ള ഒരു ട്രെൻഡാണ് ഇപ്പം കൂടുതലും കാണുന്നത്. ചിത്ര ഡെന്റൽ സെന്ററിൽ ഏറ്റവും കൂടുതൽ വരുന്ന രോഗികൾ അല്ലെങ്കിൽ പേഷ്യൻസ് ഏത് ഏജ് ഗ്രൂപ്പാണ്? നമ്മളുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാ വിഭാഗക്കാർക്കും ഉള്ള ഇതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഒരു ഡിമാർക്കേഷൻ ഇല്ല. കുട്ടികളുടെ കാര്യം ഈ പറഞ്ഞ പോലെ പല്ലുവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ വരും, അല്ലെങ്കിൽ ഈ ടീനേജിൽ അവർക്ക് കറക്ഷനും ഒക്കെ വരും. പക്ഷെ ഒരു ആഫ്റ്റർ 40 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് പണ്ട് വളരെ വരില്ല. അതിലൊരു ട്രെൻഡിന് മാറ്റമുണ്ടോ? ഉണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. കാരണം നമ്മളുടെ ഒരു നല്ല ഒരു ഗ്രൂപ്പാണ് ആഫ്റ്റർ 40. ആഫ്റ്റർ 40 വരുന്നൊരു പ്രധാന പ്രോബ്ലം 2 പല്ലുകളുടെ തേയ്മാനം, പിന്നെ 1 ഇതാണ് മോണരോഗം, പിന്നെ വേറൊന്നാണ് പല്ലുകൾ ചെറിയ രീതിയിലൊന്ന് ഉന്തി വരിക, അതുപോലെ തന്നെ പല്ലിനൊരു സ്പേസിങ് കാണുക. ഇത് നമ്മുടെ മോണയും അതുപോലെ ഇടവീഴുക. അപ്പൊ മോണ വീക്ക് ആകുന്നതിന്റെയും എല്ലാം നമ്മുടെ നാച്ചുറൽ ഒരു ഏജിങ് പ്രോസസ്സിന്റെയാണ്. മോണ വീക്ക് ആകുന്നതിന്റെയും അതുപോലെ തന്നെ എല്ലുകൾ ചെറിയ രീതിയിൽ വീക്ക് ആകുന്നതിന്റെയും ഒരു ലക്ഷണമാണ്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഇതിൽ നമ്മളുടെ എത്ര വർക്കിംഗ് ഏജ് എല്ലാവരും എംപ്ലോയീസ് ആണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഒരു 60 years വരെ മിനിമം നമുക്ക് ജോലിയിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ടതായത് കൊണ്ട് ഇപ്പൊ അങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് ഒരു കൺസൾട്ടേഷന് വരുന്നവരുടെ എണ്ണം കൂടുതൽ. അപ്പൊ വിവിധ തരം, ചിലർക്ക് നമ്മൾ ബ്രേസ് സജസ്റ്റ് ചെയ്യും, ചിലർക്ക് അല്ലാതെ തന്നെ ഇത് കറക്റ്റ് ചെയ്യാനുള്ള വിവിധ ഉപാധികൾ ഇപ്പം അവൈലബിൾ ആണ്. അതെല്ലാം ചെയ്യുന്നവരുണ്ട്. ചെയ്ത് സ്മൈൽ ഡിസൈനിങ്, നമ്മുടെ ചിരിയെ ഭംഗിയാക്കി കൊണ്ടുപോകുക ഉള്ളതിനെ. പിന്നെ കൂടുതൽ തള്ളി വരാതിരിക്കാനുള്ള ചില ഉപാധികൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് അവർ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു 10 years കമ്പിയുടെ ഒരു, അല്ലെങ്കിൽ നമ്മൾ കമ്പിയിടുക എന്നാണ് സാധാരണ ഇതിനകത്തൊരു ലേമാൻ. അപ്പൊ ഒരു ഓർത്തഡോണ്ടിക് ഫുൾ ഫ്ലെജ് ട്രീറ്റ്മെന്റിന് പകരം അതേസമയം നമ്മളുടെ സ്മൈലും ബ്യൂട്ടിഫൈ ചെയ്യാനും ഒക്കെയുള്ള മാർഗങ്ങൾ ഇപ്പൊ ഉണ്ട്. മോഡേൺ ഡെന്റിസ്ട്രിയിലെല്ലാം ഉണ്ട്. ശരി, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പാലക്കാട്ട് നിന്ന് സുമയാണ്. സുമ, ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. ഇപ്പൊ എന്റെ മോൾക്ക് 9 വയസ്സായി. പറഞ്ഞോളൂ. അത് പല്ല് പറഞ്ഞു മുളച്ചു വന്നതാണ്. പക്ഷെ ആ ഫ്രണ്ടില് 2 പല്ലും ഭയങ്കര ഗ്യാപ്പിലാ വന്നിരിക്കുന്നത്. അതെ, 9 വയസ്സിൽ കുട്ടിക്ക് പല്ലിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിനെ പറ്റി അമ്മ അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ആ ഗ്യാപ്പ് ഒരു നാച്ചുറൽ ആണ്. ബാക്കിയുള്ള പല്ലുകൾ വരുമ്പോൾ അത് തനിയെ ക്ലോസ് ആവും. 3-4 പല്ല് 5-6 പല്ല് വന്നു കഴിഞ്ഞു. എങ്കിലും എല്ലാ പെർമനന്റ് പല്ലുകളും വന്നിട്ടില്ല. എല്ലാ പെർമനന്റ് പല്ലുകളും വന്നു കഴിയുമ്പോൾ അതൊരു പരിധി വരെ ക്ലോസ് ആകും.
പിന്നെ അതിനുശേഷം പറഞ്ഞോളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു ഡെന്റൽ വിദഗ്ധനെ കാണിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് കൂടുതൽ പ്രോബ്ലം ആകാവുന്ന ഒരു സ്പേസിംഗ് ആണോ, അതോ എല്ലാ പല്ലുകളും കിളിർത്തു വരുമ്പോൾ നമ്മുടെ താടിയെല്ലുകളുടെ വളർച്ചയും കൂടെ മുഴുവനാകുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആവുമോ എന്നറിയാൻ നമുക്ക് ഒരു വിദഗ്ധ ഉപദേശവും കൂടെ ആവശ്യമുണ്ട്. അപ്പം ആ ഒരു ഏജ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ അത് നാച്ചുറലായിട്ട് അങ്ങ് നമ്മളുടെ എല്ലാ ഡെവലപ്മെന്റിന്റെ കൂടെ അതങ്ങ് മിക്സ് ആയി പോകും. അതല്ല ഏതെങ്കിലും ടീത്തിന്റെ ഗ്രോത്ത് ഡോമിനേറ്റ് ചെയ്യോ താടിയെല്ലിന്റെ വളർച്ച കുറയോ ചെയ്യുന്നതാണോ എന്ന് പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കുട്ടികളെ നമ്മളിപ്പം ഒരു സാധാരണ നമ്മൾ മുമ്പത്തെക്കാളും കുറെ കൂടെ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ പല്ലുവേദന വരുമ്പോഴല്ല, അതിന് മുൻപ് തന്നെ ഒരു കെയർ എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് കുറെ കൂടെ ബോധം ഉണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് പിന്നെ അതുപോലെ ഒരു ഇയർലി 6 months ഒരിക്കൽ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആയാലും നമ്മളുടെ ഒരു അപ്പൊ വർഷത്തിൽ ഇപ്പൊ ഒരു 2 ചെക്കപ്പാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന 2 ഡേറ്റിന്റെ അടുത്താക്കാം. വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ആണ്ടിൽ 2 പ്രാവശ്യം ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിരിക്കണ്ട. ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കാണുക. നമ്മളുടെ ഡോക്ടറിന്റെ പിന്നെ അഡ്വൈസ് നേടണം ആഗ്രഹമുള്ളവർക്ക് നമ്മളിപ്പോ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. കാരണം ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ഒരു ഫെസ്റ്റിവലിനെ വരവേക്കാൻ നമ്മൾ പല രീതിയിൽ ഒരുങ്ങും, ഇല്ലേ? നമ്മുടെ വീടൊക്കെ റെഡിയാവുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആ ഒരു 2 ടൈം ഉപയോഗിക്കുക. എല്ലാരും അത് വീട്ടിലുള്ള എല്ലാവരും വീടും അതൊരു സിമ്പിൾ ആണ്, ഓർക്കാൻ എളുപ്പമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ പറ്റി എന്താ, കാരണം ഏറ്റവും അത്യാവശ്യം വേണ്ടത് കാര്യം ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയില്ലേ. ആ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ ഹൈജീനും ഇതൊക്കെ കൊണ്ടാണ്. എനിക്ക് വരുന്നതിൽ ഒരു നല്ല ശതമാനം വീട്ടമ്മമാര്, അതുപോലെ തന്നെ ലേഡീസിന്റെ ഗ്രൂപ്പ്. അപ്പൊ അവര് നമ്മളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. കുറച്ച് ട്രീറ്റ്മെന്റ് കഴിയുക പോകുക എന്നുള്ളതല്ല, കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തന്നെ നമ്മള് ഇങ്ങനെ ഉള്ള ഇത്. അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കും, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവര് എത്രമാത്രം എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. കാരണം എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് ഒരു അമ്മയിലേക്കായിരിക്കും, അല്ലേ? അപ്പൊ ആ അമ്മയ്ക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഹെൽത്ത്. അതെ. ഇപ്പം നമ്മളിപ്പം ഒരു ഏജ് ഇപ്പം ഈ പറഞ്ഞ പോലെ 40s ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കെയർ കൊടുക്കാത്ത ഒരു ഏജാണ് ഒരു ആഫ്റ്റർ 60s. ഇപ്പൊ നമ്മളൊരു ജിറിയാട്രിക് ഡെന്റൽ കെയർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വിഭാഗം തന്നെയുണ്ട്. അതായത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഗ്രൂപ്പാണ് സീനിയർ സിറ്റിസൺസ്. തീർച്ചയായിട്ടും. കാരണം അവര് നമ്മളുടെ എന്താ പറഞ്ഞ ഒരു ജെം, നമ്മളുടെ ഒരു വളരെ, കാരണം ഒരു വീട്ടിലൊരു വയസ്സായ ആളുടെ ഹെൽത്ത് വേണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അവരെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അവര് ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് നമുക്ക് പല രീതിയിലും നമുക്ക് ഉപകാരം തന്നെ. അപ്പൊ അതുകൊണ്ട് അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജിൽ നമുക്ക് സാധാരണ വരുന്ന 2-3 പ്രോബ്ലം ആണ്. ഷാർപ്പായിട്ടുള്ള പല്ലുകൾ തേഞ്ഞ് ഷാർപ്പാകുക, അതുപോലെ തന്നെ മോണരോഗം, പല്ലുകൾക്ക് പുളിപ്പ്, പിന്നെ പൊട്ടിയ പല്ലുകള്, പിന്നെ അവര് ഡെഞ്ചർ വെയറേഴ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്. അതിനെ ആർട്ടിഫിഷ്യലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ വേണമെങ്കിൽ ആക്കാം. പിന്നെ മോണരോഗം, പല്ലിന്റെ ആട്ടം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പിന്നെ വായുനാറ്റം, അതൊരു വലിയ പ്രോബ്ലം. അവരെ ഇതുപോലെ തന്നെ അവരുടെ കെയർ ടേക്കേഴ്സ് സ്വന്തമായിട്ട് പോകാവുന്ന അത്രയും കാലം അവർ വരിക, അവരും ഇതുപോലെ തന്നെ ഇയർലി ഒരു ഇത് ചെയ്യണം. പിന്നെ ഈ കൂർത്ത പല്ലുകളുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യുക. കാരണം ഈ കൂർത്ത പല്ലുകളും നമ്മുടെ ഡെഞ്ചറിലുള്ള ഇറിറ്റേഷൻസ് എല്ലാം നമുക്കൊരു പിന്നീട് വായിലുള്ള ചേഞ്ചസ്, പ്രീ ക്യാൻസറസ് ലീഷൻസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഫുൾ ഫ്ലെജ് ക്യാൻസർ ലീഷൻസ് ഒക്കെ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ്. പിന്നെ അതിലുപരി അത് അവരുടെ ആരോഗ്യത്തിൻ്റെ നമ്മൾ എസ്പെഷ്യലി മെഡിക്കൽ പ്രോബ്ലംസ് ലൈക്ക് ഈ ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസ്, ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ്, പിന്നെ എല്ലാ മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസിനും ഒരു ഡെന്റൽ കെയർ അത്യാവശ്യമാണ്. കാരണം അവർക്കൊക്കെ ചിലപ്പം അവരുടെ സിസ്റ്റമിക് പ്രോബ്ലംസ് വളരെയധികം പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ട് അത് അധികം വേഴ്സ് ആവാതെ അത് അതിന്റെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ
ടേക്ക് കെയർ ചെയ്യുക. പിന്നെ അവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും അവരുടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തതിന് എന്തൊക്കെയാണ് മരുന്നുകൾ കഴിക്കുന്നത്, പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ കെയർ ടേക്കേഴ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരുപാട് പേര് ബെഡ് റിഡൺ പേഷ്യൻസ് ഉണ്ട്, അവരുടെ ദന്തപരിചരണം ഇതെല്ലാം നമ്മൾ അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സായവർക്ക് ആസ് ഏജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പറ്റുന്ന ഒരു കാര്യം, ഒന്നാമത് നമ്മൾ കഴിക്കുന്ന പ്രോസസ് സ്ലോ ആവും. അപ്പം ഈ പല്ലും കൂടി പ്രോപ്പർ അല്ലെങ്കിൽ നല്ലോണം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ, നല്ലോണം ഭക്ഷണം ചവച്ച് കഴിക്കണം എന്നാണല്ലോ. അപ്പൊ ആ ചവച്ച് കഴിക്കാത്ത അവസ്ഥയിൽ അവരുടെ ദഹനം ശരിയാവില്ല. അതുവഴി അവരുടെ ആരോഗ്യം ഇനിയും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനിയും വഷളാവാൻ സാധ്യതയുണ്ട്. ഡൈജഷൻ ഒരു വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ അവരെ നമ്മൾ കംഫർട്ടബിൾ ആക്കുക. അതായത് എന്ത് ഇറിറ്റേഷനും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഏജാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ ആരാണോ അവരുടെ കെയർ ടേക്കേഴ്സ് അവരതിനെ ഒന്ന് ഒബ്സർവ്. ഇനി ഒരാവശ്യവും ഇല്ലെങ്കിൽ പോലും ഓൾഡ് പാരന്റ്സിനെ ഒരു ചെക്കപ്പിന് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒന്ന് അവരുടെ ഹെൽത്ത് ഒന്ന് ഉറപ്പാക്കുക. പിന്നെ ഹലോ, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ആ, ചോദിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ കേക്കാം. കുഞ്ഞിന്റെ പല്ല് 3.5 വയസ്സായേ. പല്ല് പുഴുപ്പല്ല, 6 പല്ല് അങ്ങ് പുഴുപ്പല്ല. പറഞ്ഞോളൂ. അത് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞങ്ങ് പോയി. എന്തോ ചെയ്യണം? ഇതുവരെ ആരെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. ഒടിഞ്ഞു പോയത് കുപ്പിപ്പാല് കൊടുക്കാറുണ്ടോ കുട്ടിക്ക്? കുപ്പിപ്പാലോ? പാല് കുപ്പിയിലാണോ കൊടുത്തിരുന്നത്? അല്ല. ഒടിഞ്ഞു പോയ പല്ലുകൾക്ക് വേദനയുണ്ടോ? വേദനയൊന്നുമില്ല, അതിങ്ങനെ കറുത്ത എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ എടുക്കണ്ട. നിങ്ങൾക്കത് കംപ്ലൈന്റ് വേദനയോ കുട്ടി പറയുന്നത് വരെ അത് എടുക്കണ്ട. പക്ഷെ ഒരു ദന്ത വിദഗ്ധനെ കാണിക്കണം. കാണിച്ചതിന് ശേഷം അത് ഇനി വേദന വരാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു വെക്കണം. അതിന് ചില ഉപാധികളുണ്ട്, ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും സ്ഥിരം പല്ലുകൾ വരുന്നത് വരെ. അതെ, അത് കാണിച്ച് അതിനെ ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ സംരക്ഷിച്ചു വെക്കാം. ഹലോ, മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. കൂടുതലും നമുക്ക് വരുന്നത് കൊച്ചുകുട്ടികളുടെ കാര്യങ്ങളാണ്. കാരണം അവർക്ക് കാരണം ഈ ഒരു പ്രായത്തിൽ ആരും ഡോക്ടറെ കൊണ്ട് കാണിക്കില്ല. കാരണം ഈ പാൽപ്പല്ലുകളാണല്ലോ, അതിനെപ്പറ്റി അത്ര കെയർ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ശരിക്കും ഇതേപ്പറ്റി ഈ പ്രോഗ്രാമിൽ മനസ്സിലാക്കി കാണും പല അമ്മമാർക്കും, അല്ലെങ്കിൽ കൂടുതലും വിളിക്കുന്ന മുത്തശ്ശിമാരൊക്കെയാണ്. അപ്പൊ അവർക്കും തോന്നിയിട്ടുണ്ടാവും കുട്ടികളുടെ പല്ല് എത്രമാത്രം കെയർ എടുക്കണം എന്നുള്ളൊരു ഇത്. അതായത് ജനിച്ച് കുഞ്ഞ് ആദ്യം പാല് കുടിക്കുന്നത് മുതൽ കെയർ എടുക്കണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലേ? ആദ്യത്തെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ചൂടുവെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി അതിന് കണ്ടീഷൻഡ് ആവും എന്നുള്ളതാണ്. കാരണം ഒരു മധുരം അല്ലെ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പൊതുവേ നമ്മൾ മധുരം ഉള്ളതായിരിക്കും. അപ്പൊ ഈ മധുരം കഴിഞ്ഞാൽ വേറെ എന്തോ വരുന്നുണ്ട് എന്നുള്ള ഒരിതുണ്ട്, അതങ്ങ് ശീലമായിരിക്കും. അപ്പൊ നമുക്കൊരു വായ കഴുകൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്, അതുപോലെ തന്നെ ബ്രഷിങ് ഇത് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വയസ്സായവരുടെ, അതായത് ജെറിയാട്രി ലെവലിലുള്ളതാണ്. അപ്പം സാധാരണ ഇപ്പം ബെഡ് റിഡനായിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവരെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പല്ലിന്റെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുവരുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ളതിന് എങ്ങനെ ഒരു കെയർ കൊടുക്കാൻ പറ്റും? അല്ലാതെ അവർക്ക് ഡോക്ടർ വീട്ടിൽ വന്ന് കെയർ എടുക്കാൻ അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, അതിനാണ് ഞാൻ ഈ തുടക്കം മുതലേ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതലേ നമ്മളൊരു ഡെന്റൽ വിദഗ്ധന്റെ മോണിറ്ററിങ് ഇതിലിരിക്കുമ്പോൾ ഒരു വലിയൊരു പ്രോബ്ലംസ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരില്ല. അതൊരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് കേടുകൾ അല്ലെ പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ കെയർ ടേക്കേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ബ്രഷ് ചെയ്യിക്കും. ഇപ്പൊ നമ്മളൊരു കൺവെൻഷണൽ ടൂത്ത് ബ്രഷിന് പകരം ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പിന്നെ ഏതൊക്കെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള മൗത്ത് വാഷ്, വളരെ മൈൽഡ് മൗത്ത് വാഷസ്, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം അവരെ എങ്ങനെ വായ കഴിയിക്കണം, അവരുടെ ഡെഞ്ചേഴ്സ്. ഈ റിമൂവബിൾ ഡെഞ്ചേഴ്സ് ആണ് മിക്കവാറും ബെഡ് റിഡൺ പേഷ്യൻസിന്റെ കെയർ ടേക്കേഴ്സിന്റെ ഒരു വലിയ തലവേദന. അപ്പം നമ്മൾ എന്തായാലും അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മളുടെ കെയർ ടേക്കേഴ്സ് അത് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി അവർക്ക് കൊടുക്കുകയും രക്ഷയുള്ളൂ. പിന്നെ അത്യാവശ്യം ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ
നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന തരം ആർട്ടിഫിഷ്യൽ ഡെഞ്ചറുകളിലേക്ക് നമ്മൾ മാറാനും ശ്രമിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഈ അവയർനെസ് കുറവ് കൊണ്ടാണ് നമ്മളിതെല്ലാം വരുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ വരുമ്പോൾ നമുക്ക് കുറച്ച് മോട്ടോർ ബ്രഷുകൾ, ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ കെയർ ടേക്കേഴ്സ് അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. അതായത് ഞാൻ എങ്ങനെ ഇത് ചെയ്ത് കൊടുക്കും, അതിനൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. അത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവരുടെ പ്രോബ്ലം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾക്കും അതിനൊരു പ്രത്യേക യൂണിറ്റ് തന്നെയുണ്ട്. ഇൻസ്ട്രക്ഷൻ, ഓറൽ ഹൈജീൻ ഇൻസ്ട്രക്ഷൻ, വിവിധ തരം ശുചീകരണ ഉപാധികൾ, അതായത് ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് കിറ്റ്, അതായത് ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയർ നടത്താൻ പറ്റും. ആ കിറ്റ് എവിടെയാണ്? അത് നമ്മളുടെ എല്ലാ ക്ലിനിക്കുകളിലും ഉണ്ട്, നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് ഒരു ബ്രഷ് ഉണ്ടാവും, പേസ്റ്റ് കാണും, ചിലപ്പോൾ ഒരു മൗത്ത് വാഷ്, അതുപോലെ തന്നെ നമ്മള് ഫ്ലോസസ്, പല്ലിന്റെ ഇട ക്ലീൻ. അതെനിക്ക് ഒന്ന് ചോദിക്കാനുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ ഫ്ലോസിങ്ങിനെ കുറിച്ച് അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഫ്ലോസിങ്ങും അതേപോലെ തന്നെ ഇട ക്ലീൻ ചെയ്യുന്നതാണ് ഇന്റർഡെന്റൽ ബ്രഷസ്. ശരി. ഈ ഫ്ലോസിങ് എത്ര എങ്ങനെയാണ് ഇതും ഈ പറഞ്ഞ പോലെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടത്? ഫ്ലോസിങ്ങും ബ്രഷിംഗ്, ഇന്റർഡെന്റൽ ക്ലീനിങ് ഡിവൈസസ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു ബ്രഷിംഗ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ശരി. അപ്പോൾ ഫ്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റ് കോണ്ടാക്ട്, പല്ലുകൾ വളരെ ഞെരുങ്ങിയിരിക്കുന്ന ആളുകളിൽ മാത്രമേ ഫ്ലോസിംഗ് ഇഫക്റ്റീവ് ആവുള്ളൂ. പല്ലുകൾക്ക് ഇട വീണ് കഴിഞ്ഞാൽ ഫ്ലോസ് വളരെ ലൂസായിട്ട് അതിൽ കൂടെ പാസ് ചെയ്തു പോകും. അതിനുള്ളവർക്കാണ് ഇന്റർഡെന്റൽ ചെറിയ ബ്രഷുകളുണ്ട്. അതിന്റെ എല്ലാ ഉപയോഗം നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതെ. അപ്പം ഇത് ഒരു പുതിയൊരു അറിവാണ്. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു കിറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വിധം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല്ലിന് കുറെ കൂടെ നമ്മുടെ ആരോഗ്യകരമായ ഒരു പല്ലിന് സാധ്യതയുണ്ട് അല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം നമ്മൾ ഈ കോസ്മെറ്റിക് ഉണ്ടല്ലോ, കോസ്മെറ്റിക് ഡെന്റൽ, ഇപ്പൊ ഒരുപാട് വളരെ ഒരു 10-20 കൊല്ലത്തിന് ഇപ്പുറത്ത് ആൾക്കാർക്ക് വളരെ അതിനെക്കുറിച്ചുള്ള ബോധം വന്നു തുടങ്ങി. അപ്പം എന്താണ് ഈ ശരിക്കും പറയാം കോസ്മെറ്റിക് ഇതെന്ന് പറയുമ്പോൾ തന്നെ ആ പേരുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ഇതാണ്, അയ്യോ അതൊരു ഒരുപാട് ചിലവേറിയതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയുണ്ട് അതിനെക്കുറിച്ച്. എന്താണ് ഈ അതിന്റെ ശരിക്കുള്ള പിക്ചർ എന്താണ്? ഈ ഡെന്റൽ ട്രീറ്റ്മെന്റിനെ പറ്റി തന്നെ കുറെ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇത് മുഴുവനും അങ്ങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് വിവിധ തരം ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, അതായത് പലതരം മെറ്റീരിയൽസ്, പല ഓപ്ഷൻസ് ഒരു ഡെന്റിസ്റ്റിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറോട് നമ്മളുടെ റിക്വയർമെന്റ്, അതിന് വരുന്ന ചെലവുകൾ, അതുപോലെ തന്നെ എത്ര ടൈം എടുക്കും, അതിന് നമ്മളുടെ അഫോർഡബിലിറ്റി, അതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ആളിന് നിങ്ങളുടെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജിലാക്കി തരാൻ പറ്റും. എല്ലാവരും ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കണം, അതൊരു കോസ്റ്റ് ഒരു ഫാക്ടറായിട്ട് എടുക്കാതിരിക്കുന്ന രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും ഇപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും അത്യാവശ്യം നോക്കേണ്ട ഒരു കാര്യമാണ് ദന്ത സംരക്ഷണം. അപ്പൊ അത് തന്നെ അതിനെ നമുക്ക് അത് അഫോർഡബിൾ ആക്കിയും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിന്റെ ഡ്യൂറബിലിറ്റി കുറച്ച് കുറവായിരിക്കാം, എങ്കിലും ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നതിലും നല്ലത് അതെ കുറച്ച് ട്രീറ്റ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കുന്നത്. നമുക്കിനിപ്പം ഇത് നമ്മളിപ്പം പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഇതിലേക്ക് പോവുകയാണ്. ഇപ്പം ഒരാളുടെ അതായത് ദന്ത സംരക്ഷണം, നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചത്. ഒരു നോർമൽ ഒരു ദന്ത സംരക്ഷണം കിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗമാണ്. പക്ഷെ എങ്ങനെയാണ് അത് വേണ്ടത്? നമ്മൾ എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷവും നമ്മൾ എല്ലാ രോഗികൾക്കും പറഞ്ഞു കൊടുക്കും, ഈ ഒരു ട്രീറ്റ്മെന്റോട് കൂടി ഒരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഏത് രോഗത്തിനുള്ള ഡോക്ടറോട് കൂടി ഡോക്ടർ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ വരിക. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഒരു 90% എങ്കിലും നമുക്കത് ഒബേ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ബ്രഷിംഗ് ഒക്കെ നമ്മളൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതങ്ങ് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിക്കോളും. അതിനുശേഷം നമ്മൾ ചെയ്ത വർക്കുകളുടെ ഒരു ഇവാലുവേഷൻ, അതാണ് നമ്മൾ എപ്പോഴും 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ കാണുക. പിന്നെ ചെറിയ പ്രോബ്ലംസ് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക, അതൊരു പ്രോബ്ലമാണ്, അതൊന്ന് പോവുക. ചിലപ്പോൾ വളരെ സിമ്പിൾ റെമഡി അതിന് കാണും, അത് വെച്ചോണ്ടിരിക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും ഡെന്റൽ ടിഷ്യൂ അതൊരിക്കലും സ്വയം റീജനറേറ്റ് ചെയ്ത് വരില്ല.
എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കൂടുതൽ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഡെന്റൽ കേരീസ്. ഡെന്റൽ കേരീസ് സമയത്ത് എടുത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫില്ലിങ്ങിൽ നമുക്ക് നിർത്താം. പക്ഷെ അത് നമ്മൾ ടൈം എന്ന് ചെയ്യാതെ അതൊരു വേദന വരുന്ന സിറ്റുവേഷനിൽ ഡെന്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഉടനെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവും. അപ്പോൾ അത് എക്സ്പെൻസ് വർദ്ധിക്കുന്നു. അതായത് നിങ്ങൾ എത്ര പ്രാവശ്യം ഡെന്റിസ്റ്റിനെ കാണണം എന്നുള്ളത് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ എത്ര അതിന്റെ ചെലവ് ഒരു 10 times 20 times ആയിട്ട് നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആർക്കും ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് സമയം. അപ്പോൾ ഒരു ഡോക്ടറെ കാണുക, അത്രയും സമയമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഒരു 10 minutes ചെയ്യാവുന്ന ഒരു കാര്യം ഒരു 4-5 വിസിറ്റും ഒരു 10 to 20 times എക്സ്പെൻസീവ് ആയിട്ട് മാറുകയാണ്. അതാണ് നമ്മളുടെ ഈ 6 മാസത്തിലൊരിക്കൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം നമ്മൾ ഫുഡ് ഏറ്റവും അധികം നമ്മൾ എക്സ്പോഷർ ടു ആസിഡ്സ് ആൻഡ് ബാക്ടീരിയ ഉള്ള ഏരിയയാണ് വായ. അപ്പോൾ വായുടെ ആരോഗ്യത്തിന് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. അവിടെയാണ് നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം ഹൈജീന്റെ ഏറ്റവും വലിയൊരു ഇതും അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയൊരു കാര്യവും ഒക്കെ നമ്മുടെ, കാരണം നമ്മളുടെ ജീവിതചര്യകൾ മാറി, അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറി. അപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് ഓൾഡ് ഏജിൽ പണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയേണ്ട ആ സമയം മാറി. കാരണം ഇപ്പം നമ്മുടെ ഭക്ഷണം വളരെ സോഫ്റ്റ് ആണ്, കുറച്ച് ഹൈലി റിഫൈൻഡ് ഫുഡാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളപ്പോൾ ഡെന്റൽ കെയർ കുറച്ചുകൂടെ കൂടുതലായിട്ട് കൂട്ടണം. തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. എന്താ പറയുക, ഡോക്ടറിൻ്റെ ക്ലിനിക്കിനും ഡോക്ടറിനും വളരെ നല്ല എന്താ പറയുക, സമൂഹത്തിന് കുറേ കാര്യം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.